ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീനെക്കിനകത്ത് പോട്ട്ലി ബട്ടൺ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തേക്കുന്നു. അപ്പം നമുക്ക് ആ ക്യാൻവാസ് പേപ്പർ ഒരു ലെവലിൽ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നെക്ക് വിഡ്ത്ത് 2.75 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ലെഗ് ലെങ്ത് 7 ഇഞ്ച് അടയാളപ്പെടുത്തും. അവിടെയും 7 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് താഴെയും 2.7 ഇഞ്ച് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ചരിച്ചൊരു വര വരയ്ക്കുന്നു. ആ വീനെക്കിൻ്റെ ഷേപ്പിൽ ഒരു വരയ്ക്കും നമ്മൾ. ഇനി നമുക്ക് ഈ ചരിച്ച ലൈനിൽ കൂടി നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ 7.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ നേർപകുതി നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മളവിടെ നേർപകുതി അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ വരച്ചെടുത്തില്ലായിരുന്നു, ആ സ്ക്വയറിൻ്റെ ആ വര അവിടെ അങ്ങ് വരച്ചെടുക്കണം, സ്ക്വയറിൻ്റെ ലൈൻ. എന്നിട്ട് ഈ നമ്മൾ വീനെക്കിൻ്റെ ചരിച്ച വര 7.5 ഇഞ്ച് വരച്ചതിൻ്റെ ആ പകുതി അടയാളപ്പെടുത്തിയെടുത്ത് ഒരു 1/2 ഇഞ്ച് വെളിയിലോട്ട് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി ലൈനിലൂടെ. ഇതിപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത്? ഈ സ്കെയിൽ വയ്ക്കുന്നത് മനസ്സിലായോ? ഇങ്ങനെ മുകളിലോട്ട് അതും താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ ചരിച്ചും വയ്ക്കും. അപ്പം നമ്മളങ്ങനെ ആ വീനെക്ക് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് 1 ഇഞ്ച് വീതം അതേപോലെ അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് നമുക്കത് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ ഇതൊരു തുണിക്കകത്ത് വെച്ച് അയൺ ചെയ്തെടുക്കണം. ലൈനിങ് തുണിയിനകത്തോട്ട് എടുത്ത് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പോട്ട്ലി ബട്ടൺ ഇതിനകത്ത് തയ്ച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ ഒട്ടിച്ച് നമ്മൾ ചെയ്തെടുത്തേക്കും, നമ്മളാക്കി വെച്ചേക്കും. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ മുകളിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. 1 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തണം. എന്നിട്ട് താഴെ വരുമ്പോഴും അവിടെയും 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ബാക്കിയുള്ള ഭാഗത്ത് 3/4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ആ പോട്ട്ലി ബട്ടൺ തയ്ച്ചെടുക്കണം. അങ്ങനെ 3/4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ഇങ്ങനെ വെച്ച് അങ്ങനെ ഈ സൈഡിലോട്ട് പോട്ട്ലി ബട്ടൻ്റെ ആ ഇത് ഇങ്ങോട്ട് വെച്ച് തയ്ച്ചിടും. നമ്മളിങ്ങനെ അത് വെച്ച് തയ്ച്ചെടുക്കണം. ഇങ്ങനെ 2 സൈഡിലും തയ്ച്ചെടുക്കണം. നമ്മളിപ്പം 2 സൈഡിലും വെച്ച് തയ്ച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് ഇത് നമ്മുടെ തുണിക്കകത്ത് വെച്ച്
തയ്ച്ചെടുക്കാം. ഇനി അതിനെ ചുരിദാറിൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ മധ്യഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് ഈ നെക്കിൻ്റെയും മധ്യഭാഗം കറക്റ്റ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ ആ പോട്ട്ലി ബട്ടൺ അകത്ത് വരുത്ത രീതിയിൽ തിരിച്ചിട്ട് നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കണം. ഇപ്പം നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇനി നമുക്ക് പോട്ട്ലി ബട്ടൺ അകത്ത് പോയി. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് എന്നിട്ട് അത് പതിച്ചടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിങ്ങനെ തയ്ച്ചെടുത്ത് ആ സൈഡും തയ്ച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.